മൂന്ന് കാര്യത്തിലേക്ക് നോക്കൽ പ്രതിഫലമുണ്ടെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കാര്യം? മൂന്ന് കാര്യം. അല്ലാഹു കാദരിശിക്കട്ടെ. ഒന്നേതാ ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാണ്, പടച്ചവനെ മൂന്ന് കാര്യത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കല് പുണ്യമാ, അതിലേക്ക് നോക്കിയിരിക്കല് പ്രതിഫലമാ. ഒന്നാമത്തേതോ കഅബയാ. പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് ചെല്ലുമ്പോ, പരിശുദ്ധമാക്കപ്പെട്ട ഉംറയ്ക്ക് പോകുമ്പോ, പരിശുദ്ധമാക്കപ്പെട്ട സൗദി അറേബ്യയുടെ മണ്ണിലേക്ക് പോകുമ്പോ കഅബ കാണാൻ പോകുന്നവരെ അതിന് ബറക്കത്തോ റാഹത്തോ സന്തോഷമാ. കഅബയിലേക്ക് നോക്കിയിരിക്കല് പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി പറയുമ്പോ രണ്ടാമത്തേതോ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയോ, ഖുർആനിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നോക്കലുണ്ടല്ലോ പ്രതിഫലമാ. മൂന്നാമത്തെ വിഭാഗം ഏതാണ് പ്രിയപ്പെട്ടവരെ? നിന്റെ സ്വന്തം ഉമ്മയുണ്ടല്ലോ, ഉമ്മയുടെ മുഖത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അതിന് ബറക്കത്തോ, അതിന് പ്രതിഫലമാ. ഒന്ന് കഅബയിലേക്ക് നോക്കൽ, രണ്ട് ഖുർആനിലേക്ക് നോക്കൽ, മൂന്ന് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കൽ പ്രതിഫലമാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബ കണ്ടവർ ഒരുപാട് പേരുണ്ട്, ഖുർആനിലേക്ക് നോക്കലും ഒരുപാട് പേരുണ്ട്. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ ഇന്ന് പല ആളുകൾക്കും മടിയാ, അല്ലപ്പാ. സ്വന്തം ഉമ്മാനെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കണ ചില മക്കളുണ്ട്. ഞാൻ പറയാ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ ഞാനും നിങ്ങളും വിട പറഞ്ഞു പോയാൽ നമ്മൾ നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളുടെ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമേ ചങ്ങാതിമാരെ നമുക്ക് വിജയിക്കാൻ പറ്റൂ. നമുക്കൊരു ജോലി കിട്ടി, ആ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ മാതാവിന്റെയും പിതാവിന്റെയും കൈപിടിച്ച് മുത്തികെട്ട് ദുആ ചെയ്യണം വാപ്പ, ദുആ ചെയ്യണം ഉമ്മ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ജോലിക്ക് പോകാൻ. നമ്മൾ സ്കൂളിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ വാപ്പയുടെ കൈ പിടിച്ചിട്ട് ഉമ്മയുടെ കൈ പിടിച്ചിട്ട് ഉമ്മ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോകാൻ. അള്ളാഹു മാതാപിതാക്കളെ പൊരുത്തം അള്ളാഹു നൽകട്ടെ. ചില മക്കൾക്ക് വാപ്പാനോട് ഇഷ്ടമില്ല, ഉമ്മാക്ക് മാത്രമാണ് ഇഷ്ടം. ചില മക്കൾക്ക് വാപ്പയോട് ഇഷ്ടമില്ല, ഉമ്മയോട് മാത്രമാണ് ഇഷ്ടം. ഇവിടെ പാടില്ല, വാപ്പയോടും ഉമ്മയോടും ഒരുപോലെ ഇഷ്ടം ഉണ്ടാകണം. ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ അസ്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, സഹാബ, നിങ്ങളുടെ ഉമ്മമാര് നിങ്ങളെ എത്ര കൊല്ലമാണ് ഗർഭം ചുമന്നത്? നിങ്ങളുടെ ഉമ്മമാര് നിങ്ങളെ എത്ര കൊല്ലമാണ് ഗർഭം ചുമന്നത്? ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹാബത്ത് പറഞ്ഞു 9.5 മാസം. ഉടൻ തന്നെ സയ്യിദ് ബിൻ അസ്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ വാപ്പമാര് നിങ്ങളെ എത്ര മാസമാണ് ഗർഭം ചുമക്കണേ? സഹാബത്ത് ചിരിച്ചിട്ട് ചോദിച്ചു, തങ്ങളെ എങ്ങനാ വാപ്പമാര് ഗർഭം ചുമക്കണേ? ഉടൻ തന്നെ തങ്ങൾ പറയാ, സയ്യിദ് ബിൻ അസ്ലമ തങ്ങൾ പറയാ, 9.5 മാസം നിന്റെ ഉമ്മ ഗർഭം ചുമന്ന് ദുനിയാവിലേക്ക് കൊണ്ട് തള്ളിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പ്രായപൂർത്തിയാകണത് വരെ നിന്നെ ഗർഭം ചുമന്ന് തലയിൽ കൊണ്ട് നടക്കണത് നിന്റെ പ്രിയപ്പെട്ട ഉപ്പയാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു. എടാ, നമുക്ക് ബാഗ് മേടിച്ചത് നമ്മുടെ വാപ്പയാ, നമുക്ക് വാട്ടർ ബോട്ടിൽ മേടിച്ച നമ്മുടെ വാപ്പയാ, പള്ളിയിൽ തൊപ്പി മേടിച്ച നമ്മുടെ വാപ്പയാ. എടാ, നീ കാലിൽ അഹങ്കരിച്ചിട്ടോണ്ട് നടക്കാൻ അഡിഡാസിന്റെ ഷൂ ഉണ്ട്, അത് മേടിച്ച നിന്റെ വാപ്പയാ. എന്നിട്ട് വാപ്പാനോട് സ്നേഹമില്ലാത്ത മക്കൾ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചില മക്കള് വാപ്പാനെ ദജ്ജാലിനെ പോലെ കാണുന്നു, ചില മക്കള് വാപ്പാനെ ദജ്ജാലിനെ പോലെ കാണുന്നു. എന്തേ? 10 മണിയായിട്ട് പൊന്നുമോനെ വീട്ടിൽ കണ്ടില്ല, 10 മണിയായിട്ട് പൊന്നുമോനെ വീട്ടിൽ കണ്ടില്ല. വാപ്പ മുറ്റത്ത് ഇങ്ങനെ വെളിച്ചപ്പാട് തുള്ളണം പോലെ ഇങ്ങനെ തുള്ളുക, അതിന് ഉമ്മ കൂട്ടും. ഉമ്മ പൊന്നുമോനെ വിളിച്ചിട്ട് പറയടാ വാപ്പ, എടാ ശൈത്താൻ, എടാ ദജ്ജാൽ മുമ്പിലിപ്പുണ്ട്, നീ മുമ്പിൽ കൂടെ കയറണ്ട, പുറകിൽ കൂടെ വന്നാ മതി എന്ന് പറയും. സ്വന്തം ഉമ്മ പാടില്ല. നമുക്ക് ഉപ്പയോടും ഉമ്മയോടും ഒരുപോലെ സ്നേഹം ഉണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ, വാപ്പ മരണപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കോ? വാപ്പിച്ച മരണപ്പെട്ടവര്, വാപ്പ മരണപ്പെട്ട അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ, അല്ലാഹു സ്വർഗ്ഗം. ഉമ്മ മരണപ്പെട്ടവരുണ്ടെങ്കിൽ കൈപൊക്കോ? ഉമ്മിച്ച മരണപ്പെട്ടവർ അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ. ഇനി വാപ്പയും ഉമ്മയും മരണപ്പെട്ടവരുണ്ടെങ്കിൽ കൈപൊക്കെ.
അള്ളാഹു സ്വർഗം നൽകട്ടെ. ഞാൻ പറയണത് വാപ്പ ജീവിച്ചിരിക്കണവര് വാപ്പ മരിച്ചവരോട് ചെന്നിട്ട് ചോദിക്കണം, എടാ സങ്കടമുണ്ട്. ഉമ്മ ജീവിച്ചിരിക്കണവര് ഉമ്മ മരിച്ചവരോട് ചെന്നിട്ട് ചോദിക്കണം, എടാ സങ്കടമുണ്ട്. അവരുടെ കണ്ണ് അറിയാതെ നിറയും. എന്തേ? അവര് ജീവിച്ചിരിക്കുമ്പോ നമുക്ക് അവരുടെ വില അറിയൂല. ഞാൻ പറയണത് ഉസ്താദ് ഇവിടെ ഖബർസ്ഥാൻ എവിടെ? ഇവിടെ ഖബർസ്ഥാൻ എവിടെ? ഉസ്താദ് നല്ല കാറ്റിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക. എവിടെ ഖബർസ്ഥാൻ? ഇവിടെ തന്നെയുള്ള. ഞാൻ പറയണത് വാപ്പയും ഉമ്മയും ഖബറിലാണെങ്കിൽ ആ വാപ്പയുടെ ഉമ്മയുടെ ചാര 7 ദിവസം പോയി സിയാറത്ത് ചെയ്യാൻ കഴിയണം. 7 ദിവസം പോയി സിയാറത്ത് ചെയ്യാൻ കഴിയണം. നമുക്ക് സമയമില്ല, നമുക്ക് ടൈം ഇല്ലപ്പാ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇപ്പൊ ഞാനൊരു 4 മാസം മുമ്പ് ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ അവിടുത്തെ ഉസ്താദിനെ കാണാൻ പോയ സമയത്ത് ഒരു ചെങ്ങാതി വന്ന് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ആശിക്ക് താരിമല്ലേ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഉസ്താദ് എന്റെ വാപ്പ മരണപ്പെട്ടു പോയി, ഒന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു ഖബറിന്റെ. ഞാൻ പറഞ്ഞു വരാം. ഇവൻ എന്നെയും പിടിച്ചോണ്ട് ഇവന്റെ വാപ്പയുടെ ഖബറിന്റെ ചാര പോവാ. ഇവന് വാപ്പയുടെ ഖബർ അറിയില്ല. ഗൂഗിൾ മാപ്പ് ഒക്കെ എടുത്ത് തപ്പണ്ട അവസ്ഥ. വേർ ഈസ് മൈ വാപ്പാസ് ഖബർ എന്ന് പറഞ്ഞിങ്ങനെ തപ്പണ്ട അവസ്ഥ. ഇവന് വാപ്പാന്റെ ഖബർ അറിയില്ലപ്പാ. ഞാൻ ചോദിച്ചടാ നിന്റെ വാപ്പ മരിച്ചിട്ട് എത്ര കൊല്ലം? ഉസ്താദ് 17 കൊല്ലമായി. ഞാൻ ചോദിച്ചു, നീ അവസാനമായി നിന്റെ വാപ്പയുടെ ഖബറിന്റെ ചാര വന്നത് എപ്പോഴാണ്? ഉസ്താദ് 7 കൊല്ലം മുമ്പ്. ഞാൻ ചോദിച്ചടാ 7 കൊല്ലം മുമ്പ് മരിച്ച 7 കൊല്ലം മുമ്പ് വന്ന നീ എന്ത് ഇന്ന് വരാനുള്ള കാരണം? അവൻ പറയും, ഉസ്താദേ ഈ ഗൾഫുകാരൊക്കെ ഗൾഫിൽ പോകുമ്പോ അൽപാത്തിഹ വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഖബറിന്റെ ചാര. ഞാൻ പ്രവാസ ലോകത്തെ പോകുക, അതിനാ വന്നതെന്നൊരു ഉളുപ്പില്ലാത്ത നട്ടലില്ലാത്ത പൊന്നുമോൻ പറയുന്നു, എടാ വാപ്പയും അമ്മയും നമ്മൾ ഒരുപോലെ സ്നേഹിക്കണം അല്ലേ? ഉമ്മയാണ് സ്വർഗത്തിലേക്കുള്ള കവാടമെങ്കിൽ വാപ്പയാണ് സ്വർഗത്തിന്റെ മധ്യ കവാടം. അള്ളാഹു ഈമാൻ നൽകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ.